Hello guys, welcome back to our channel. So this is our day 3 in Calgary. രാവിലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് കലാപരിപാടികൾ അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുകയാണ്. നമ്മുടെ ഹോട്ടലിൽ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് സ്ക്രാമ്പിൾഡ് എഗ്, പൊട്ടാറ്റോസ് ആൻഡ് ബേക്കണാണ്. പിന്നെ ബാക്കി എല്ലാ ബേഗിൾസും സീരിയൽസും ബ്രെഡും അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണം എന്നാണല്ലോ, അത് ഞങ്ങൾ അക്ഷരം പ്രതി അങ്ങ് അനുസരിച്ച് നന്നായിട്ട് രാജാവിനെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഹൗ വാസ് യുവർ സ്ലീപ്പ്? എങ്ങനെയുണ്ടായിരുന്നു വെച്ചാൽ കുറേ നേരം കിടന്നുറങ്ങി ഞങ്ങൾ. അങ്ങനെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബാൻഫ് ലക്ഷ്യമിട്ട് ഇറങ്ങി. ഇന്നലെ ഗൈഡഡ് ടൂർ ഉണ്ടായിരുന്നുകൊണ്ട് വളരെ സ്മൂത്ത് ആയിരുന്നു. ഇന്ന് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും നമുക്കൊന്ന് നോക്കാം. ഇന്നലെ ആ ഗൈഡഡ് ടൂർ എടുത്തത് എന്തുകൊണ്ടും വളരെ നല്ലതായി. നമ്മളൊരു ഡേ നല്ല സ്മൂത്ത് ആയിട്ട് എല്ലായിടത്തും അവർ കൊണ്ടുപോയി കാണിച്ചു. ഒരു 100% വർത്ത് ആയിരുന്നു. നമ്മൾ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല, എല്ലാം അവർ നോക്കി. പിന്നെ നമ്മൾ ആക്ച്വലി സ്റ്റേ ചെയ്യുന്നത് കാൽഗറിയിലാണ്. ബാൻഫിന്റെ അടുത്തും കുറേ റിസോർട്ട്സും, ബാൻഫിലല്ല എക്സാക്ട്ലി, ക്യാൻമോർ എന്ന് പറഞ്ഞ പ്ലേസിലാണ്. ഒരു 1/2 hour ഡിസ്റ്റൻസ് ഉണ്ട് അവിടുന്ന് ബാൻഫിലോട്ട് പോവാൻ. അവിടെ കുറച്ചും കൂടി നമുക്ക് സ്റ്റേ ഒക്കെ ഉണ്ട്. കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. ഈ ട്രാവല് ഓക്കെ ആണെങ്കിൽ കാൽഗറി സ്റ്റേ ചെയ്യുന്നതും ഇറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ. ലൈക്ക് ഓൾമോസ്റ്റ് 1.5 hours ഉണ്ട്. ഇതാണ് നമ്മുടെ ഓൺ ദ വേയിലുള്ള വ്യൂസ്. ഇന്നലെ ഞങ്ങളുടെ ടൂർ ഗൈഡ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു, ഏതൊക്കെയാണ് ഈ ഡിഫറെന്റ് ആയിട്ടുള്ള മൗണ്ടൻസ്, 3 സിസ്റ്റർ മൗണ്ടൻസ്. പിന്നെ ഏറ്റവും ഇവിടുത്തെ കാനഡയിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു റിവർ ഉണ്ട്, ബോ റിവർ. അതിനെ കണക്ട് ചെയ്താണ് ഇതെല്ലാം വരുന്നത്. ആക്ച്വലി ഈ റോഡ് ട്രിപ്പ് ഭയങ്കര നല്ലതാണ്, ഭയങ്കര നല്ല രസമുണ്ട് കാണാനായിട്ട്. Wow, look at that. ഇവിടെ എല്ലാവരും കാറൊക്കെ നിർത്തി ഒന്ന് ഒരു വ്യൂ പോയിന്റ് പോലെ നമുക്കും ഇറങ്ങാം. നമ്മളിവിടെ ഇറക്കിയ ഭയങ്കര കാറ്റാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഇല്ലേ, വാൾപേപ്പറിലൊക്കെ ഇടത്തില്ലേ, ഭയങ്കര രസം. ഇപ്പൊ ഈയിടെ ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയതുകൊണ്ടിട്ട് ബാൻഫ് ഇപ്പൊ അത്യാവശ്യം എല്ലാരും വന്ന് കാണുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് ഇന്നലെ ആ പുള്ളിക്കാരൻ പറഞ്ഞ 3 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആ സംഭവം അല്ലേ ഇത്? ആണോ? ഇന്നലെ ത്രൂ ഔട്ട് ആ 1.5 മണിക്കൂർ ആ ഗൈഡ് എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. സാധാരണ നമ്മള് വല്ല പാട്ടൊക്കെ ഇട്ട് പോകുന്നതിന് കാരണം പുള്ളിക്കാരൻ ഫുൾ ഇങ്ങനെ ഹിസ്റ്ററി, ഇത് ഇയാളാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര്, ഇത് ഇയാളാണ് കണ്ടുപിടിച്ചത്. എന്താ രസം. നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്താലോ? എന്താ ഒരു പ്ലാൻ? എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ. ഇതാണ് ബാൻഫ് നാഷണൽ പാർക്കിലേക്ക് കയറുന്ന ടോള്. നമുക്ക് പെർ ഡേ പെർ പേഴ്സണിലുള്ള ടിക്കറ്റാണ് എടുക്കേണ്ടത്. ഇപ്പം മൊറൈൻ ലേക്ക് ആണെങ്കിലും ലേക്ക് ലൂയിസ് ആണെങ്കിലും ഒക്കെ കാണാൻ സെപ്പറേറ്റ് പാസ് ഒന്നും വേണ്ട, ബട്ട് ഈ ഒരു പാസ് മാത്രം മതി. ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു വിസിറ്റർ ഗൈഡ് കൂടി തന്നു. അങ്ങനെ ഞങ്ങൾ ബാൻഫ് എത്തിയോ? നമ്മളങ്ങനെ ബാൻഫ് ടൗണിലെത്തി.
അവർ വിൻഷീൽഡിൽ ഒട്ടിക്കാൻ ഒരു പാസ് കൂടി തന്നു, ഇത് എല്ലായിടത്തും ഡിസ്പ്ലേ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതും ചെയ്തു. നമ്മുടെ തൊട്ടടുത്താണ് ലേക്ക് മിനിമാക്ക. നമ്മൾ പോകുന്നില്ല, പക്ഷെ ഓൺ ദ വേ നമുക്ക് കാണാം. ഇതാണ് ബാൻഫ് ഡൗൺ ടൗൺ. മോസ്റ്റ്ലി എല്ലാ ഷോപ്സും ഒക്കെ ഇവിടെയാണ്. ഓൺ ദ വേ തന്നെ നമുക്ക് ബാൻഫിൻ്റെ സൈൻ ബോർഡ് ഉണ്ടായിരുന്നു, അതും വിട്ടില്ല. അവിടെയും നിർത്തി ഫോട്ടോ എടുത്ത് പിന്നെയും യാത്ര തുടർന്നു. നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് ഗൊണ്ടോള പോകാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കാരണം ഞങ്ങൾക്ക് ഗൊണ്ടോള കയറാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് ജോൺസ്റ്റൺ കെനിയോൺ എന്ന് പറഞ്ഞൊരു ട്രെയിനിലേക്കാണ്. അവിടെ എഴുതി വെച്ചേക്കുന്നത് യു ഹാവ് 2 seconds അല്ലെങ്കിൽ ബെയർ വരും എന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റിവർ ബോ ലേക്ക്. ഇതിങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. എന്ത് രസമാണ് കാണാൻ. ഇച്ചാ ഗ്രോട്ടോയിലെ പോലെ, പക്ഷെ ലയൺസ് ഹട്ട് കുറച്ചും കൂടി ദുർഘടമായിരുന്നു. ദിസ് ഈസ് ഗുഡ്. ആ വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ടും കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമായ പാതയിലൂടെ. ഹലോ 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 ഹലോ. ഇതാണ് ലോവർ വാട്ടർഫോൾ. ഒരു 1.5 kilometers നടന്നാൽ ലോവർ വാട്ടർഫോൾ എത്തും. ഇവിടുന്ന് സെയിം തന്നെ ഒരു 1.5 kilometers കൂടി നടന്നു കഴിഞ്ഞാൽ അപ്പർ ഫോൾസ് എത്തും. എനിക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഈ ചായൻ എവിടെയോ ഒത്തിരി മുന്നിലാണെന്ന് തോന്നുന്നു. ഇത് ലോവർ വാട്ടർഫോൾസിന്റെ പാട്ടാണ്. ആൾക്കാർ മാറുന്ന പോലെ ഇല്ല. അങ്ങനെ നടന്ന് ലോവർ വാട്ടർഫോളിൻ്റെ അടുത്തെത്തിയപ്പം അവിടെ ഒരു ചെറിയ കേവ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർഫോൾസ് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. ചെറിയൊരു ലൈനപ്പ് ഉണ്ടായിരുന്നു. നമ്മൾക്ക് വേറെ വലിയ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി നോക്കാമെന്ന് വിചാരിച്ചു. കയറി വരുന്നതിൻ്റെ അത്രയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഇറങ്ങി പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചാടിക്കളിച്ച് തുള്ളിക്കളിച്ച് ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിപ്പോയത്. പിന്നെ വെതറിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ വെതറായിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് കുറച്ച് തണുപ്പായിരിക്കും എന്ന് വിചാരിച്ചാണ് ജാക്കറ്റൊക്കെ എടുത്തത്. പക്ഷേ ഒരു തണുപ്പും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും ജാക്കറ്റ് എടുത്ത് അങ്ങനെ അങ്ങ് ഇട്ടുകൊണ്ട് നടന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ, 2 Jack Lake. എന്തോ ഇതത്ര ഫേമസ് അല്ലെന്ന് തോന്നുന്നു. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ വീക്ക് ഡേ ആണല്ലോ, അതുകൊണ്ടും കൂടി കൊണ്ടായിരിക്കും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ.
It's so beautiful. നമ്മള് ചൂജാക്ക് ലേക്സ് കഴിഞ്ഞ് തിരിച്ച് ബാൻഫിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ ഗംഭീര പ്ലാനിങ് ആണ്, കൊണ്ടോളം നഷ്ടമായി. അതിനെ പറ്റി ഞാൻ പിന്നെ പറയാം ഗൈസ്. നമ്മൾ രാവിലെ തന്നെ വലിയ കാര്യത്തിൽ ഗൊണ്ടോള പോയായിരുന്നു. പക്ഷേ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തത് കൊണ്ടിട്ടും റഷ് അവർ ആയത് കൊണ്ടിട്ടും പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ടിട്ടും ഇച്ചായൻ പറഞ്ഞു നമുക്ക് പോവാം. ഞാൻ ഓക്കെ ആയിരുന്നു വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ടിക്കറ്റ് പിന്നെ ഒരു 5:30 കിട്ടുന്നുള്ളായിരുന്നു. രാവിലെ ഞങ്ങൾ 10-10:30 ആയപ്പോൾ എത്തിയതാണ്. പക്ഷെ ഇനി അടുത്ത ഒരു ബഞ്ച് ടിക്കറ്റ്സ് കിട്ടുന്നത് 5:30 ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലും കാണാൻ ബാക്കി വെക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ ഗൊണ്ടോള പോയില്ല. അങ്ങനെയല്ലേ? അതുകൊണ്ട് രാവിലെ തൊട്ട് എന്നോട് ഇങ്ങനെ നിന്റെ ഒരു പ്ലാനിങ് എന്നും പറഞ്ഞിങ്ങനെ കുറെ കുറ്റം പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. എന്തായാലും കുഴപ്പമില്ല, എല്ലാം പെർഫെക്റ്റ് ആയാലേ എങ്ങനെയാ ശരിയാവുന്നത് അല്ലേ? അങ്ങനെ ഈ മനോഹരമായ വ്യൂസ് ഒക്കെ കണ്ട് നമ്മൾ തിരിച്ച് കാൽഗറിക്ക് പോവുകയാണ്. ശരിക്കും ഒരു ബാക്ക് ഡ്രോപ്പ് ഇട്ടതുപോലെ നല്ല വരച്ചു വെച്ചേക്കുന്ന പോലെ ഉണ്ട് ഈ മൗണ്ടൻസ് ഒക്കെ. വാൾപേപ്പർ. പിന്നെ ഞാൻ എന്താ പറഞ്ഞേ? ബാക്ക് ഡ്രോപ്പ് എന്ന് വെച്ചാൽ ബാക്ക് ഡ്രോപ്പ് ഇട്ടേക്കുന്ന പോലെ. രണ്ടും ടെക്നിക്കലി ഒന്നാണ് ഗൈസ്. ഇറ്റ്സ് ഫൈൻ. അങ്ങനെ ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഡേ 3. നമ്മൾ സ്റ്റേ ചെയ്ത് കാൽഗറിയിലെ തന്നെ കൺട്രി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു. വളരെ അഫോർഡബിളായിട്ടും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു. പിന്നെ നമുക്ക് എല്ലാ ഷോപ്സും അറൗണ്ട് ബൈ ഉണ്ടായിരുന്നു. മാത്രമല്ല എയർപോർട്ടിൽ നിന്ന് ഒരു 3 to 4 കിലോമീറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജിമ്മും ഉണ്ട്. ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ടുള്ളവർക്ക് ജിമ്മ് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് വെള്ളം നിറയ്ക്കാം. ഇവിടെ വെൻഡിങ് മെഷീൻ ഉണ്ട്, പിന്നെ പൂളും ഉണ്ട്. ഓക്കെ. സോ ബാൻഫ് പോകുന്നവർക്ക്, കാൽഗറി സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് country inn is a nice option to stay in. അപ്പം okay guys, thanks for watching. Bye bye until next time. Hello guys, welcome back to our day 3 of Calgary Banff trip. അങ്ങനെ ഇന്നത്തെ അയ്യോ അച്ഛൻ വരുന്നില്ലേ?